നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് VSEPR തിയറി അഥവാ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ജസ്റ്റ് ഒരു 5-6 പോയിന്റ് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് കൂടുതൽ ചിന്തിക്കാനോ ഒരുപാട് കടന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് കൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കുകളാണ്. അപ്പം നമുക്ക് നേരെ പോയിന്റിലോട്ട് വരാം. ശരി, അപ്പൊ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു മോളിക്കൂളിന്റെ ഷേപ്പ്. അതായത് ഇപ്പൊ ഇതൊരു മോളിക്കൂളാന്ന് വിചാരിച്ചു. ഈ മോളിക്കൂളിന്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. ഒരു മോളിക്കൂളിന്റെ ഷേപ്പ്, ആ ഷേപ്പ് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ആ മോളിക്കൂളിന്റെ വാലൻസ് ഷെല്ല്, അതായത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ല് വാലൻസ് ഷെല്ലില് എത്ര ഇലക്ട്രോൺ പെയർ ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ആ ഒരു മോളിക്കൂളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പം വാലൻസ് ഷെല്ലില് ഇലക്ട്രോൺ പെയറുകൾ ഒന്നെങ്കിൽ ആരെങ്കിലുമായിട്ട് ബോണ്ടഡ് ആയിരിക്കാം, ഇലക്ട്രോൺ പെയർ ആരെങ്കിലുമായിട്ട് ബോണ്ടഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവര് ബോണ്ടിങ് ഒന്നും ഇല്ലാതെ ലോൺ പെയർ ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നതാവാം. എങ്ങനെയോ ആവട്ടെ, ആ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയർ, അതായത് ഒരു മോളിക്കൂളിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു മോളിക്കൂളിന്റെ ഷേപ്പ്. അത് എങ്ങനെയാണോ എന്താണെന്ന് ഒന്നും അല്ല പറയുന്നത്, ജസ്റ്റ് ഇങ്ങനെ ഒരു പോയിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഒരു മോളിക്കൂളിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ മോളിക്കൂളിന്റെ ഷേപ്പ് എന്നാണ് VSEPR തിയറിയിൽ പറയുന്നത്. അപ്പം അതൊരു പോയിന്റ് ആയിട്ട് മനസ്സിലാക്കുക. ശരി, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അതായത് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ പെയറിനെ ഡിപ്പെൻഡ് ചെയ്തതിന്റെ ഷേപ്പ് തീരുമാനിക്കുമെന്ന് പറഞ്ഞല്ലോ. ഇനി വാലൻസ് ഷെല്ലിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ഇലക്ട്രോൺ പെയർ. അതായത് നോക്കിക്കോളുക, ഇപ്പൊ എന്താണ് ഇതൊരു ഇലക്ട്രോൺ പെയർ എന്ന് വിചാരിച്ചു. ഇതൊരു ഇലക്ട്രോൺ, ഇവ രണ്ടും ഇലക്ട്രോൺ പെയർ ആണെന്ന് വിചാരിക്കുക. അപ്പം ഇലക്ട്രോണിന്റെ ചാർജ് എപ്പോഴും എന്താണ്? നെഗറ്റീവ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് വേണ്ട. ഇത് രണ്ടും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് രണ്ടുള്ള ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയർ തമ്മിൽ എന്തുണ്ട്? റിപ്പൾസീവ് ഇന്ററാക്ഷൻസ് ഉണ്ട്. റിപ്പൾസീവ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാഗ്നറ്റിലെ നോർത്ത് പോളും തമ്മിൽ നമ്മൾ അടുപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? അവരടുക്കുമോ? അവരിങ്ങനെ തെന്നി മാറിപ്പോവും. നമുക്ക് അവരെ തമ്മിൽ അടുപ്പിക്കാൻ ഒരു വഴിയില്ല, അത് തെന്നി മാറിപ്പോവും. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു നെഗറ്റീവ് ചാർജും മറ്റൊരു നെഗറ്റീവ് ചാർജും തമ്മിൽ അടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി റിപ്പൾസീവ് ആയി പോകും. ഈ ഇലക്ട്രോണും തമ്മിൽ അടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. ഇവർ തമ്മിൽ എന്തുണ്ട്? റിപ്പൾസീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ട്. ഇവർക്ക് രണ്ടും അടുക്കാനൊക്കത്തില്ല. റിപ്പൾസീവ് എന്ന് പറഞ്ഞാൽ അകന്നു പോകും. അപ്പം വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ റിപ്പൾസീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ട്. അതായത് തമ്മിൽ അടുക്കത്തില്ല. നെഗറ്റീവ് അതായത് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. ഇവർ തമ്മിൽ റിപ്പൾസീവ് ഇന്ററാക്ഷൻസ് ആണുള്ളത്. അപ്പൊ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ഈച്ച് അതർ ആസ് ദെയർ ക്ലൗഡ്സ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അതായത് ഈ ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ റിപ്പൾസീവ് ഇന്ററാക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ ഈ റിപ്പൾസീവ് ഇന്ററാക്ഷൻ വരുമ്പോൾ ഇവർ തമ്മിൽ അടുക്കുമ്പോൾ ഇങ്ങനെ തെറിച്ചു പോവുക. അപ്പൊ ഇവരുടെ ഒരു സ്വാഭാവികമായിട്ടൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രത്യേകിച്ച് അടുത്തോട്ട് വരുമ്പോൾ തെറിപ്പിച്ചു വിടുക. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതെ ഇവരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള താല്പര്യം എന്ന് പറയുന്നത് എങ്ങനെയും ഇവർ അടുത്തോട്ട് വരുമ്പോൾ ഇവരെ തെറിപ്പിച്ചു വിടാതെ ഒരു ഫോഴ്സ് എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇവർക്ക് രണ്ടുപേർക്കും സ്വസ്ഥമായിട്ട് മർത്യ ഫോഴ്സുകളുടെ ഒന്നും ബുദ്ധിമുട്ടില്ലാതെ പരമാവധി ഡിസ്റ്റൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇപ്പൊ സപ്പോസ് ഇവർ തമ്മിൽ ഈ ഡിസ്റ്റൻസ് വരുന്നുണ്ട്, ഇവർ രണ്ടു ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കാമെങ്കിൽ ഇവർ തമ്മിൽ വലിയ ബന്ധമൊന്നും വരണമെന്നില്ല. ഇവർക്ക് അവരുടെ സ്ഥാനം സ്വസ്ഥമായിട്ട് അവരുടെ ചാർജും പിടിച്ചോണ്ടിരിക്കാം. ഇങ്ങനെ അടുത്ത് വരുമ്പോഴാണ് ഇവർ തമ്മിൽ ഇങ്ങനെ അവർ ഫോഴ്സ് കടന്ന് കളിക്കുന്നത്. അപ്പൊ ഇവർ തമ്മിൽ, അതായത് നമ്മുടെ വാലൻസിലുള്ള ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ എപ്പോഴും മാക്സിമം ഡിസ്റ്റൻസ് നിൽക്കാൻ ശ്രമിക്കും. കാരണം എന്തിനാണ്? ഇവർ തമ്മിലുള്ള റിപ്പൾസീവ് ഇന്ററാക്ഷൻസ് കുറയ്ക്കാനായിട്ട്. കാരണം ഇവർ തമ്മിൽ ദൂരെ ആയി കഴിയാൻ പിന്നെ ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അവനവന്റെ കാര്യം നോക്കി അവിടെ ഇരുന്നോളും. ഓക്കെ, അപ്പൊ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് occupy such positions that they suffer minimum repulsion and thus maximum distance between them. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിയാലാണ് ഇവർ തമ്മിലുള്ള റിപ്പൾഷൻ കുറയുന്നത്. അതായത് അടുത്ത് വന്നു കഴിഞ്ഞാൽ റിപ്പൾഷൻ കൂടുമല്ലേ, ഇവർക്ക് റിപ്പൾഷൻ കുറഞ്ഞിരിക്കണം. തമ്മിൽ വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കണം. അപ്പൊ ഇവർ രണ്ട് പണക്കം വാങ്ങാൻ വെച്ചു. ഇവർ രണ്ടും ഒരുത്തൻ ഇവിടെ മാറി നിന്നോളൂ. ആർക്കും ഒരു പ്രശ്നവും ഇല്ല. അവരവരുടെ കാര്യം നോക്കി അവരവരുടെ സ്ഥാനത്ത് ഒരു സ്ഥലവും കണ്ടുപിടിച്ച് അവിടെ ഇരുന്നോളൂ. അപ്പൊ അതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. പറയുന്നതെല്ലാം വാലൻസ് ഷെല്ലിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ പൊതുവെ നമുക്ക് വാലൻസ് ഷെല്ലിനെ എങ്ങനെ പറയാം? അതായത് വാലൻസ് ഷെൽ എന്ന് പറയുന്ന ഒരു സ്പിയർ ആണ്. ആ സ്പിയറിൽ ഈ ഇലക്ട്രോൺ പെയറുകൾ മാക്സിമം ഡിസ്റ്റൻസിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു സ്പിയർ ആണ് വാലൻസ് ഷെൽ. അതായത് ഇലക്ട്രോൺ പെയർസ് ഒരു സ്പിയറിന് ചുറ്റും മാക്സിമം ഡിസ്റ്റൻസിൽ കടന്ന് ലോക്കലൈസ്, അതായത് അവരവരുടെ സ്ഥലത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വാലൻസ് ഷെൽ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്തൊരു പോയിന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് രണ്ട് മോളിക്കൂൾ ഉണ്ടെന്ന് വെച്ചോളുക. വേണ്ട, എക്സ് എന്ന് പറയുന്ന ഒരു മോളിക്കൂള്, എക്സ് തന്നെ, രണ്ട് എക്സ് മോളിക്കൂള്, ഇവർ തമ്മിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. വേണ്ട, ഡബിൾ ബോണ്ട്.
ഡബിൾ ബോണ്ട് വേണ്ട, വേണം ട്രിപ്പിൾ ബോണ്ട് ആയിക്കോട്ടെ, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഇവർ തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, അതായത് 3 ബോണ്ടുകളുണ്ട്. ഇങ്ങനെയുള്ള മോളിക്യൂളിനെ നമ്മൾ ഒരു സിംഗിൾ സൂപ്പർ പെയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഇവർ തമ്മിൽ 3 ബോണ്ടുണ്ട്, ഒരുപാട് ഇലക്ട്രോൺ പെയർ തമ്മിലുണ്ട്, അത് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ VSEPR തിയറി ഒരു മോളിക്യൂളിന്റെ ഷേപ്പിനെ പറ്റി പറയുമ്പോൾ ഇവർ തമ്മിൽ എത്ര ഇലക്ട്രോൺ പെയർ ഉണ്ടെങ്കിലും, മൾട്ടിപ്പിൾ ബോണ്ടിൽ എത്ര ഇലക്ട്രോൺ പെയർ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ എങ്ങനെയായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒരു സിംഗിൾ സൂപ്പർ പെയർ ആയിട്ട്. അതായത് ഇവർ തമ്മിൽ ഈ ഒരു സ്ഥലത്ത് എത്ര ഇലക്ട്രോൺ പെയർ ഇങ്ങനെ നിന്നാലും നമ്മുടെ ഷേപ്പിനെ പറയുന്ന കാര്യത്തിൽ ഇതിനൊന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവർ തമ്മിൽ ഇങ്ങനെ നിൽക്കുന്നതിനെ നമ്മളൊരു സിംഗിൾ സൂപ്പർ പെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത പോയിന്റ് പറഞ്ഞതിന് മുമ്പായിട്ട് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂൾ എക്സാമ്പിൾ നമ്മൾ ബെൻസീൻ എടുക്കുക. ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ റെസൊണൻസ് സ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ ബെൻസീനെയാണ് ഉപയോഗിക്കുന്നത്. ബെൻസീന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബെൻസീൻ എന്ന് പറയുന്നത്. ഇത് ബെൻസീന്റെ ഒരു സ്ട്രക്ചറാണ്. ഇതേ സ്ട്രക്ചർ നമുക്ക് വേണ്ട ഇങ്ങനെ വരച്ചാൽ ഇത് ബെൻസീന. ഇവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വേണ്ട. ഇലക്ട്രോൺ പെയറുകളെ അറേഞ്ച് ചെയ്ത്, അതായത് നമ്മുടെ ബോണ്ടുകളെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇവിടെ വേണ്ട ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. പക്ഷെ ഇവിടുത്തെ കേസ് നോക്കി, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഇതും ബെൻസീന, ഇതും ബെൻസീന. അപ്പം ഇതേപോലെ നമുക്ക് ഒരേ മോളിക്യൂളിനെ വ്യത്യസ്തമായ തരത്തിൽ ഇതുപോലെ പല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്ട്രക്ചറുകളെയാണ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ VSEPR തിയറി നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിൽ കൂടുതൽ റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുന്ന മോളിക്യൂളിനൊക്കെ നമുക്ക് ഈ VSEPR തിയറി ആപ്ലിക്കബിൾ ആണെന്നുള്ളത്. നമ്മളിപ്പോൾ VSEPR തിയറിയിലെ കുറെ പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു മെയിൻ കാര്യം ശ്രദ്ധിക്കുക. അതായത് ഞാൻ പറഞ്ഞു ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ റിപ്പൾസീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ട്, അതായത് തമ്മിൽ അകന്നു പോകും, അങ്ങനെ ഇന്ററാക്ഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള റിപ്പൾസീവ് ഇന്ററാക്ഷൻസിന് ഒരു ഓർഡർ ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ റിപ്പൾസീവ് ആയിട്ടുള്ളത് ആരാണെന്നും ഏറ്റവും കുറവ് റിപ്പൾസീവ് ഇന്ററാക്ഷൻ ആര് തമ്മിലാണെന്നും ഒരു ഓർഡർ ഉണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നോക്കിക്കൊള്ളുക. ഇപ്പൊ ഞാൻ ചുമ്മാ എഴുതുക, അതായത് എക്സ്പ്ലെയിൻ ചെയ്യാം. ലോൺ പെയർ, അതിനുശേഷം ലോൺ പെയർ ബോണ്ട് പെയർ, അതിനുശേഷം ബോണ്ട് പെയർ. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ലോൺ പെയർ തമ്മിലാണ് ഏറ്റവും കൂടുതൽ റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഉള്ളത്. ഇനി എന്താണ് ലോൺ പെയർ? അതായത് ലോൺ പെയർ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ തമ്മിൽ, അതായത് ഒറ്റയ്ക്ക് ഒരു പണിയും ഇല്ലാതെ ആരുമായിട്ട് ബോണ്ട് ചെയ്യാതെ നിൽക്കുന്ന ഇലക്ട്രോൺ പെയറുകൾ തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് ലോൺ പെയർ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇവരാരുമായിട്ടും ബോണ്ടല്ല, ഇവന്മാർ തമ്മിലുള്ള റിപ്പൾസീവ് ആയിട്ടുള്ള ഇന്ററാക്ഷനെയാണ് ലോൺ പെയർ എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതലാണ്. കാരണം ഇവന്മാർ വേറൊരു പണിയില്ല, ആരുമായിട്ടും ബോണ്ട് ചെയ്തിട്ടൊന്നുമില്ല, ചുമ്മാ നിൽക്കുക, തമ്മിൽ അടി ഉണ്ടാക്കിക്കൊണ്ട് നിന്നാൽ മതി. ഇനി അടുത്തവന്റെ കേസ് അങ്ങനെയല്ല. അടുത്തവൻ എന്ന് പറയുന്നത് ലോൺ പെയർ ബോണ്ട് പെയർ, അതായത് ഒരുത്തൻ പെയറായിട്ട് നിൽക്കുക, മറ്റേ ആള് ചുമ്മാതെ നിൽക്കുക. അപ്പം ഒരുത്തൻ എൻഗേജ്ഡാ, അപ്പൊ അതിനായിട്ടുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളുള്ളതുകൊണ്ട് അധികം അടി ഉണ്ടാക്കാൻ സമയമില്ല. അപ്പം ലോൺ പെയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോൺ പെയർ ബോണ്ട് പെയർ തമ്മിൽ അത്രയും ഇന്ററാക്ഷൻ, റിപ്പൾസീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഇല്ല. കാരണം ഒരാൾ എൻഗേജ്ഡ് ആണ്, മറ്റേവൻ ചുമ്മാതെ നിൽക്കുക. അപ്പം ഇവർ തമ്മിൽ വലിയ റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഇല്ല. അപ്പം ഞാനിത് എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ പറയുന്നത്. അതുപോലെ ഇങ്ങനെ ബോണ്ട് പെയർ ഒരു ബോണ്ടാണെന്ന് കാണിക്കാൻ വേണ്ടി ചുമ്മാ വര വരച്ചതിനുള്ള ഈ രീതിയിലെല്ലാം റെപ്രസെന്റേഷൻ. ഇനി അടുത്തത് ബോണ്ട് പെയർ, അതായത് 2 പേരും ബോണ്ടഡാന്ന് വെച്ചു, 2 ടീമും ബോണ്ടഡാ. അപ്പൊ അവന്മാർക്ക് എന്തുവാണ്? 2 പേരും എൻഗേജഡ് ആണ്, 2 പേരും തിരക്കുള്ളവരാണ്, 2 പേർക്കും അടി ഉണ്ടാക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് അവരുടെ കാര്യം നോക്കി പോകുന്നാൽ അവർ തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ല എന്നല്ല, അവർ തമ്മിൽ റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഉണ്ട്. കമ്പയർഡ് ടു ഒരു പണിയും ഇല്ലാത്തവൻ ഇവന്മാർക്ക് റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഇച്ചിരി കുറവാണ്. കാരണം ഇവന്മാർക്ക് ഒരു കാര്യമില്ല, ചുമ്മാ തന്നാൽ മതി, ഒരു പണിയിൽ അടി ഉണ്ടാക്കി തന്നാൽ മതി. ഇവിടത്തെ കേസ് എന്ന് വെച്ചാൽ 2 പേരും എൻഗേജഡ് ആണ്, 2 പേരും ആരെങ്കിലുമായിട്ടൊക്കെ ബോണ്ടായിട്ട് നിൽക്കുക. അപ്പൊ അവന്മാർക്ക് 2 പേരും ജോലിയും കൂടി ഉള്ളവന്മാരാണ്. ഇവർ തമ്മിൽ റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ പോലും കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ലോൺ പെയർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഇവന്മാർക്ക് കുറവാണ്. അതാണ് നമ്മുടെ ഇതിന്റെ ഒരു ഓർഡർ പറയുന്നത്. ലോൺ പെയറും തമ്മിൽ ഏറ്റവും കൂടുതൽ ലോൺ പെയറും ബോണ്ട് പെയറും, ഒരുത്തൻ ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ മറ്റവൻ ബോണ്ടാണ്, അവന്മാർ തമ്മിൽ ഇച്ചിരൂടെ കുറവ്. ബോണ്ട് പെയർ തമ്മിൽ ഏറ്റവും കുറവ്. കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ ലോൺ പെയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യം പറയുന്നത്. അപ്പം ബോണ്ട് പെയറും 2 പേരും ബോണ്ട് ആയതുകൊണ്ട് റിപ്പൾസീവ് ഇന്ററാക്ഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്, എന്നാൽ ഇന്ററാക്ഷൻ ഉണ്ട്. കമ്പയർഡ് ടു ലോൺ പെയർ കുറവാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ലോൺ പെയറിന് ഏറ്റവും കൂടുതൽ, ബോണ്ട് പെയറിന് ഇച്ചിരൂടെ കുറവ്, ബോണ്ട് പെയറിന് ഏറ്റവും കുറവ്. അപ്പൊ അതാണ് റിപ്പൾസീവ് ഇന്ററാക്ഷന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് VSEPR തിയറിയെ പറ്റി മെയിൻ ആയിട്ടും പറയാനുള്ളത്.